ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇവിടെ ചുമയാണ്. എന്നാൽ പിന്നെ രാവിലെ തന്നെ ചുക്ക് കാപ്പി എല്ലാവരും കുടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ പൊന്നൂസിന് കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളം ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ കഷ്ണം പരിപ്പും കുക്കർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് പൊന്നൂസിന് സാമ്പാറാണ് കൊണ്ടുപോകുന്നത്. ഇന്നൊരു രസം ഉണ്ടായി. അലാറം വെച്ച് കിടന്നിട്ട് അലാറം അടിച്ചില്ല. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ നേരം വൈകി. അലാറം വെച്ചിട്ടുണ്ട് അവർ എന്നിട്ട് ഏട്ടൻ പറഞ്ഞത്. പക്ഷെ അറിയില്ല, എന്തായാലും സമയം 6:30. ഞാൻ ചാടി എണീറ്റ് ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ എന്തായാലും വിളിക്കാതിരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഞാൻ നിനക്ക് വയ്യാതെ ഞങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെ വിളിക്കാതിരുന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയി അടുക്കളയിൽ കയറി സവാള അരിഞ്ഞ് മുട്ടക്കറിക്ക് സവാള അരിയണം കേട്ടോ. അപ്പോൾ അതേ വെള്ളയപ്പം മുട്ടക്കറി ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ വേഗം സവാള കഴുകി ഞാൻ അരിയാൻ കേട്ടോ. അപ്പോൾ അത് വേഗം ഞാൻ അരിഞ്ഞ് പാത്രത്തിലാക്കണം. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അലാറം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ അടിക്കാതിരുന്നറിയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പാത്രത്തിൽ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വേഗം ഒരു തിക്കും തിരക്കാണ് കേട്ടോ. എന്താ പറയുക, ഇതൊക്കെ പെട്ടെന്ന് ഇനി ആവണം, സമയം അത്ര ഇല്ല. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ വഴറ്റാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, സാമ്പാറിൻ്റെ കുക്കറും ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് വേഗം ചൂടായി വരുമ്പോൾ വെള്ളയപ്പത്തിന് കോരി വയ്ക്കണം. ഇത് ചൂടാകുമ്പോൾ ഇത് വഴറ്റി സവാള വഴറ്റി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചൂടായി മൂത്ത് വരുമ്പോഴാട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടത്. അതിലേക്ക് പിന്നെ തക്കാളി ചേർക്കണം. തക്കാളി വഴന്ന് വരുമ്പോഴേക്ക് വെള്ളം ചേർക്കണം. വെള്ളം ചേർത്ത് മുട്ടയിട്ട് ശേഷം മല്ലിയില ഇട്ടിട്ട് നമ്മൾ ഇളക്കി മറിച്ചെടുക്കണം. അങ്ങനെ ഇട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കും. ഇന്ന് അങ്ങനെയല്ല വയ്ക്കുന്നത്, ഇന്ന് ഞാൻ സിമ്പിൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് മല്ലിയില ചേർക്കാൻ മറക്കണ്ട, അന്നേരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ സാമ്പാറായിട്ടുണ്ടായിരിക്കും ഞാൻ മല്ലിയിലൊക്കെ ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് സാമ്പാർ വെക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇതേ കുറുക്കുപ്പേരി തന്നെ ഉണ്ടാക്കി. പിന്നെ അതേ അവർ രണ്ടുപേർക്ക് വേഗം ഞാൻ കൊടുത്തു. അപ്പൂസ് കഴിക്കുന്നു, പൊന്നൂസ് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ ചോറായിട്ടുണ്ട്. ഇതേ കുറുക്കുപ്പേരും സാമ്പാറാണ് പൊന്നൂസിനെ ഞാൻ കൊടുത്തയക്കുന്നത്. അപ്പോൾ കൂർക്ക ഞാൻ തലേദിവസം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇതേ വണ്ടി വന്നപ്പോൾ ഇതേ പൊന്നൂസ് വണ്ടി കയറി പോയി. പിന്നെ ഗേറ്റ് അടയ്ക്കാൻ പോകണ്ട. ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ചിക്ക് പുറത്തേക്ക് ഓടിപ്പോവും. ചിക്കൻ അയച്ചിട്ടുണ്ട്, അത് കാരണമായിട്ടാണ് ഗേറ്റ് അടയ്ക്കണത്. പിന്നെ വേറെ പട്ടികളും അകത്തേക്ക് കയറും കേട്ടോ, അത് കാരണം ഞാൻ ഗേറ്റ് അടച്ചത്. അതിനുശേഷം ഇതേ എന്താ വെച്ചാൽ ചട്ടിയിൽ വെച്ചിരുന്ന എല്ലാ ചെടികളും വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയി. പിന്നെ ഞാനിരുന്ന് കഴിക്കാനിരിക്കണം. ഞാനും ഒറ്റയ്ക്ക് കഴിക്കണം കേട്ടോ. എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അവസാനത്തെയാണ്. അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കുമല്ലേ, അവസാനം എല്ലാവരും കഴിച്ച ശേഷമായിരിക്കില്ലേ നമ്മൾ കഴിക്കുക. അപ്പോൾ ഞാനും ഇങ്ങനെയായിട്ടാണ് കഴിക്കണത്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതിന് അമ്മയ്ക്ക് ഗുളിക കഴിക്കണതിന് അമ്മയ്ക്ക് നേരത്തെ ഞാൻ കൊടുത്തു. പിന്നെ അപ്പൂസും മുന്നൂസും നേരത്തെ കഴിച്ചു, ഏട്ടനും കഴിച്ചു. അങ്ങനെ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി മാത്രം. പിന്നെ എനിക്കിത് കുത്തിരില്ല, ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണുള്ള രീതി കഴിക്കുക. പിന്നെ നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ വെച്ചാൽ ഷെയ്ക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ, ഷെയ്ക്കല്ല. അപ്പോൾ ഈ ഇതിലൊക്കെ എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ചുക്ക്, കുരുമുളക്, ജീരകം, തിപ്പല്ലി, പനക്കൽക്കണ്ടം ഇതാണ് കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഏലക്കായ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ചുമക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. കണ്ട ഒരു മൂടി തുറന്നിട്ട് ഇത് കയ്യിലെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചുമയും മാറും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചുമയുടെ കുത്തിലൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഒരെണ്ണത്തിൽ തിപ്പല്ലിയും കുരുമുളകും ചേർത്തിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ അത് തേൻ ചേർത്തിട്ടാണ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ചുമയുടെ മരുന്നൊക്കെ കഴിച്ച് മതിയായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അത് കാരണം ഈ പൊടി ഉണ്ടാക്കി വെച്ചിരിക്കണം ഞാൻ. അപ്പോൾ അത് ഇവിടെ ഡൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത് കഴിക്കാൻ സുഖമാണല്ലോ. അപ്പോൾ അത് അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോട്ടോ, നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ് കേട്ടോ. പെട്ടെന്ന് ചുമ നിൽക്കും. പിന്നെ നമ്മൾ തൊണ്ടയിൽ കഫൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. പിന്നെ അടിച്ചു വരാനുണ്ട്, അടിച്ചു വരി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തുടയ്ക്കലൊക്കെ ആഴ്ച 2 ദിവസം തുടയ്ക്കുക. അപ്പോൾ എല്ലാ ദിവസം അടിച്ചു വരട്ടെ ഞാൻ. അപ്പോൾ ഈ വെള്ള ടൈലിട്ട കാരണം എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും പെട്ടെന്ന് കാണും. അത് കാരണം അടിക്കൽ മസ്റ്റാണ് എനിക്ക്. അപ്പോൾ ഇതിപ്പോൾ ദിവസം 2 നേരം അല്ലെങ്കിൽ 3 നേരമൊക്കെ ഞാൻ അടിച്ചു വരട്ടെ. എനിക്ക് ഇതിന് കരട് കണ്ട ഞാൻ അപ്പോൾ ചൂരെടുത്ത് കൊണ്ടു അടിക്കൂട്ടോ. കാരണം ഈ വെള്ള ടൈലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഴുക്ക് കാണും. അപ്പോൾ അത് കാരണം ഫുൾ ക്ലീൻ ആക്കുള്ള എനിക്ക് സ്വഭാവമുണ്ട്. എനിക്ക് എടുക്കണം കണ്ട അപ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ക്ലീൻ ആക്കൂട്ടാ. പിന്നെ ഞാൻ ക്ലീൻ ആക്കുന്ന ദിവസങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ വെച്ച്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് ജോലി ചെയ്യുമ്പോഴും പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. മധു ബാലകൃഷ്ണൻ്റെ ഈ പാട്ട്, ഇപ്പോൾ ഈ പാടുന്ന പാട്ട് മധുഭാഷണം പാടുന്ന പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെൻട്രൽ വന്ന് എന്നെ തൊടുന്നുള്ള പാട്ടായിട്ടാണ് പാടുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞാനത് പാടിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പം അത് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണികളും കഴിയും, പെട്ടെന്ന് നമുക്ക് എന്താ സമയം പോകണമെന്നറിയില്ല കേട്ടോ. അപ്പോൾ അതേ സിറ്റ് ഔട്ട് അടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗം അടിച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് അടിച്ചത് കാണിക്കണതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നിങ്ങൾ വിചാരിക്കും ഇവിടെ മാത്രം അടിക്കണുള്ളൂ, പക്ഷേ എല്ലാ ഭാഗം അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിലും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്.
അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലെങ്തി വീഡിയോസ് കൂടും, വ്ളോഗ് കൂടും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരിമിതിയുള്ള കാരണമായിട്ട് ഞാനിങ്ങനെ കുറച്ചായിട്ട് കാണിക്കണത്. അപ്പോൾ മുകളിലും ഞാൻ എന്താ പറയുക അടിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. തുടയ്ക്കലും അന്ന് മുകളിൽ തുടയ്ക്കണില്ല കേട്ടോ. അന്ന് ഞാൻ അടിയിൽ മാത്രമേ തുടയ്ക്കണുള്ളൂ, മുകളിൽ നിന്ന് തുടയ്ക്കലില്ല. അപ്പോൾ രണ്ടും കൂടിയൊക്കെ നടക്കില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മൾ വിചാരിക്കും വീട്ടിലെ പെണ്ണുങ്ങൾക്കൊരു പണിയില്ലാന്ന്, പക്ഷേ ഇഷ്ടംപോലെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രഷായിട്ട് വേണം എനിക്കിത് എഡിറ്റിങ്ങിന് കാരണം ഇരിക്കണമെങ്കിൽ. അപ്പോൾ ഇത് വോയിസ് കൊടുക്കണം, കട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പണികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാ വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ടാണ് അതിനിരിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്ന് തുടയ്ക്കണില്ല, അടിയിൽ മാത്രമേ തുടയ്ക്കണുള്ളൂ. അപ്പോൾ അത് സിറ്റ് ഔട്ടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് തുടച്ചിട്ടാണ് അകത്തേക്ക് കയറാം. സാധാരണ അകം തുടച്ച ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങും, പക്ഷേ ഞാനിവിടെ തുടച്ചിട്ടാണ് അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഉണങ്ങി കുട്ടികളും പിന്നെ അതേ സ്റ്റെയർ കേസൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൃഷ്ണനെ ഞാൻ അടിയിൽ വെച്ചിരുന്നിട്ട്, അപ്പോൾ ഞാനിപ്പോൾ ഇത് ആ മൂലയ്ക്കായിട്ട് വെച്ചിരിക്കണേ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞിട്ട് എൻ്റെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് കുളിക്കണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ സുഖം. ഞാനിത് കണ്ടിങ്ങനെ ആസ്വദിക്കട്ടെ. ഞാൻ എടുത്ത ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആസ്വദിക്കും. വീടിൻ്റെ ക്ലീനിങ് കഴിയുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനിത് യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കൂട്ടോ, വെറുതെ ക്ലീൻ ചെയ്ത ഭാഗമൊക്കെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ് പട്ടിക്കുള്ള പാർട്സും ചോറും കൂടി ഞാൻ വേവിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ, പയറും കായും. പിന്നെ അത് അകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ വെള്ളം കൊടുക്കണം. അവരും നമ്മളെ പോലെയല്ല, കുറച്ച് വെള്ളമൊക്കെ കൊടുക്കട്ടെ. ഇലകളൊക്കെ എന്നെ നോക്കി ഒന്ന് ചിരിക്കും. ഞാനും ഇലകളും പട്ടിയൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഉള്ളത്, വേറെ ആരും ഇല്ല. അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാം. അപ്പോൾ ഏട്ടന് വെച്ചാൽ ഈ ചെടികളൊന്നും വീടിൻ്റെ അകത്ത് വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഏട്ടന് ചെടിയൊക്കെ പുറത്ത് വയ്ക്കുന്നത് ഇഷ്ടം. പക്ഷേ ഞാൻ ഈ ചെറിയ ഇലച്ചെടികളൊക്കെ ചെറിയ ചട്ടിയിലാക്കി സ്റ്റെയർകേസിൽ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയും എടുത്ത് പുറത്ത് വെക്കുന്നൊക്കെ പറയും. പക്ഷേ പിന്നെ എൻ്റെ ഇഷ്ടമല്ല വെച്ചിട്ട് ആൾ പിന്നെ ഒന്നും മിണ്ടില്ല. പിന്നെ ചിക്കുവിൻ്റെ ചോറ് കൊടുക്കാൻ ഞാൻ പോവാണ്. ചിക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ചിക്കുന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പോലെ കേട്ടോ, അവൾക്ക് ഇങ്ങനെ തലോടിയിട്ട് വേണം പറഞ്ഞിട്ട് വേണം കൊടുക്കണമെങ്കിൽ. കഴിക്കട്ടോ എന്നൊക്കെ പറയണം. അപ്പോൾ പാവാണ്. അപ്പോൾ അതേത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് തൊടണം കേട്ടോ. ഞാൻ തൊട്ടാൽ അവൾക്കൊരു സമാധാനമുള്ളൂ, അപ്പോൾ കഴിക്കുക. അത് കഴിഞ്ഞ് കൈയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ ദേ പയറും കായും കൂടി അരിയുന്നുണ്ട്. അത് ഉപ്പേരിക്കണം കേട്ടോ. கொஞ்சம் കൂർക്ക കുറച്ചുള്ളൂ ഉപ്പേരി. അപ്പോൾ ഞാനത് കാരണം ഇതിന് വേഗം അരിയണം കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞത് ഞാൻ വീണ്ടും ഇത് ഉള്ളിമുളക് കാച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പപ്പടം വറുത്ത് ചീഞ്ചട്ടിൽ എണ്ണ ഒഴിച്ചിട്ട്, പിന്നെ ഈ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഉണക്കമുളക് വറുത്തുണ്ട് കേട്ടോ. ഉണക്കമുളക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചോറിന്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ വറുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് ചന്ദനം തൊടാൻ പോകണം. അപ്പോൾ ചന്ദനമൊക്കെ തൊടണം കേട്ടോ. കുളി കഴിഞ്ഞൊക്കെ ചന്ദനം തൊടണം, അത് ഭയങ്കര നിർബന്ധമാണെന്ന് പറയില്ലേ. അപ്പോൾ അത് തൊട്ടു. പിന്നെ കഴിഞ്ഞ് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്, ചോറുണ്ണാൻ പോകണം. ഏട്ടനെ വിളിച്ചു, ഏട്ടൻ പറഞ്ഞു കഴിച്ചോ, ഞാൻ നേരം വൈകുമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുന്ന ഇടയിൽ കൂടെ അപ്പവും അമ്മയും കൂടി ഫുഡ് കഴിച്ചു. അപ്പോൾ അപ്പൂന് കപ്പക്കെട്ട് കുറവില്ല കേട്ടോ, അത് കാരണമായിട്ട് അവന് വിടാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ഫുഡ് എടുത്ത് വെച്ചു. അപ്പോൾ ഇതേ ചോറെടുത്തു, സാമ്പാറെടുത്തു, പപ്പടം, മുളക്, പിന്നെ പയറും കായും, കുറുക്കുപ്പേരി, കാലത്തെ മുട്ടക്കറി. അപ്പോൾ അത് കൂടി ഞാൻ കഴിക്കട്ടേക്ക്. ഇന്ന് നല്ല വിശപ്പുണ്ട്, എന്താണെന്നാലും നല്ല വിശപ്പ്. എനിക്ക് ഈ ഇടയ്ക്ക് ഇതിൽ വിശപ്പ് കൊള്ളട്ടെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് തടിച്ചു എന്നൊക്കെ ഏട്ടൻ പറയണേ. അപ്പോൾ അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ എനിക്കതൊന്നും എന്താ പറയുക, ഒരു തടിച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിഷയമല്ല, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നു, ഏട്ടന് ചോറ് വിളമ്പി ഏട്ടൻ കൊടുക്കും. അപ്പോൾ ഏട്ടൻ നല്ല തിരക്കിലെന്ന് പറഞ്ഞാൽ ശരി ഞാൻ ഏട്ടൻ്റെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്, അവരെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.